പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്, അവയ്ക്ക് നല്ല നറുമണമുണ്ട്, നല്ല മാധുര്യമുള്ള തേനാണ് അവയ്ക്കുള്ളിൽ. ഈ സൗന്ദര്യവും സുഗന്ധവും മാധുര്യവും എല്ലാം ആ പുഷ്പത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, പുറത്തുനിന്നല്ല. എന്നാൽ സൃഷ്ടിയിലെ ഏറ്റവും ബുദ്ധിയുള്ളതും ശ്രേഷ്ഠമായ ജീവി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ്റെ സ്ഥിതി എന്താണ്? ദേഹത്തിന് സുഗന്ധം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പെർഫ്യൂം വരണം, അല്ല വിയർപ്പിൻ്റെയൊക്കെ മണമായിരിക്കും. സൗന്ദര്യം തോന്നിക്കണമെങ്കിൽ നല്ല വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും നമുക്ക് വേണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് എല്ലാം എന്താണ്? കോട്ടയൻ്റെ ആണവമായി കുടിയിരുന്നാലും ഓട്ട് 9 വീടെ അമ്പലമാണ് നമ്മൾ പാടാറുണ്ടല്ലോ. എന്നാൽ നമ്മൾ ശ്രമിച്ചാൽ മറ്റുള്ളവർക്ക് സന്തോഷവും ഉന്മേഷവും ആശ്വാസവും പകരുന്ന ചില നല്ല കാര്യങ്ങളെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വരുത്തുവാൻ കഴിയും. നല്ല ചിന്ത, സ്നേഹമുള്ള വാക്കുകൾ, പുഞ്ചിരിക്കുന്ന മുഖവും നിസ്വാർത്ഥമായ കർമ്മങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നത്. ദുഃഖിക്കുന്ന സമയത്ത് ഒരു ആശ്വാസ വാക്ക്, ഒരു പ്രോത്സാഹനം, ആ കാരുണ്യം, നിസ്വാർത്ഥമായ സേവനം. നോക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ പുഷ്പത്തെക്കാളും സൗന്ദര്യമുണ്ട് അതിന്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള, അത് മാത്രമുള്ള സ്വത്ത്. അപ്പം ഒരു മുടക്കമില്ലാത്ത സ്വത്ത് അതാണ്. അത് കൊടുക്കാനാണ് നമ്മൾ പിശുക്ക് കാണിക്കുന്നത്. അതിന് ഹൃദയം തുറക്കണം. ഒരു പുഷ്പം മൊട്ടായിരിക്കും വലച്ചെടുത്താൻ ശ്രമിച്ചാൽ പരിമണമോ ഭംഗി അറിയില്ല, തുറന്നാലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ ഹൃദയം തുറക്കണം. അത് വർത്തമാന നിമിഷത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാലേ അതാണ് ഭാവിയായി വരുന്നത്. ഒരു ഡോക്ടർ രോഗി ഓപ്പറേഷൻ ചെയ്യുന്ന സമയം കുട്ടികളെയും ഭാര്യയും ഓർത്തുകൊണ്ടിരുന്നാൽ ആ ഓപ്പറേഷൻ വിജയിച്ചെന്ന് വരത്തില്ല, നല്ല ഡോക്ടറാകാൻ പറ്റത്തില്ല. വീട്ടിൽ വരുമ്പം കുഞ്ഞ് അച്ചാച്ചാന്ന് വിളിച്ചുകൊണ്ട് അടുത്തില്ലെന്ന്, കാര്യമില്ല കാര്യം പറഞ്ഞ അടുത്തില്ലുമ്പോൾ ആ രോഗി ഓർത്തുകൊണ്ടിരുന്നാൽ നല്ലൊരു ഭർത്താവോ അച്ഛനോ ആകാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ എങ്ങനെ വീട്ടിനെ മറന്നു, വീട്ടിൽ എങ്ങനെ ഹോസ്പിറ്റലിൽ മറന്നു, ഇതുപോലെ മറവിയിൽ ഓർമ്മയാണ് ശരിയായ ഓർമ്മ. അതുകൊണ്ട് ആ ഓർമ്മ ഈ നിമിഷം വർത്തമാനത്തിൽ കഴിയാം.